പ്രാർത്ഥന, ദാനം, ഉപവാസം എന്നീ വലിയ നോമ്പിൻ്റെ 3 പ്രധാന തൂണുകൾ നമ്മുടെ ജീവിതത്തെ നവീകരിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നോമ്പുകാലത്തിൻ്റെ 13-ാം ദിനമായ ഇന്ന് ദൈവത്തിൻ്റെ അനന്തമായ കരുണയെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും ഈ ദിവസം നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ പകയും വിദ്വേഷവും സൂക്ഷിക്കാതെ നിർമ്മലമായ സ്നേഹത്തോടെ ജീവിക്കാൻ നാം പഠിക്കണം. കരുണ എന്നത് വെറുമൊരു വാക്കല്ല, പ്രത്യുത ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ പ്രവൃത്തിയാണ്. കഷ്ടത അനുഭവിക്കുന്നവരിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കാൻ നമുക്ക് സാധിക്കണം. വിവേചനമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കരുണയാണ് കർത്താവായ യേശു നമ്മെ പഠിപ്പിച്ചത്. മത്തായി 5:7 നാം വായിക്കുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന്. ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നാം മറ്റുള്ളവർക്ക് നൽകുന്ന അതേ കരുണ തന്നെയായിരിക്കും നമുക്കും തിരികെ ലഭിക്കുന്നത്. ലോകത്തിൻ്റെ തിന്മകളെ കരുണയുടെ സ്പർശനത്താൽ മാറ്റാൻ ഓരോ വിശ്വാസിയും പരിശ്രമിക്കണം. നിസ്സഹായരായവരെ സഹായിക്കുന്നതിലൂടെ നാം ദൈവഹിതം പൂർത്തിയാക്കുന്നു. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ആർദ്രതയും വിനയവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ വലിയ നോമ്പുകാലം നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ നമുക്ക് വിശദീകരിക്കാം. കരുണയുടെ ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.